ഹലോ സ്റ്റുഡൻസ്, ഇന്ന് മുതൽ നമ്മൾ ഫൗണ്ടേഷൻസ് ഓഫ് സോഷ്യോളജിക്കൽ തിയറിയിലെ 4ാമത്തെ ബ്ലോക്കായ ജോർജ് സിമ്മൽ ഫോർമലിസം, ഈ ഒരു 4ാമത്തെ ബ്ലോക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ജോർജ് സിമ്മലിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങൾ, തിയറികൾ ഒക്കെയാണ് നമ്മളിതിൽ മെയിനായിട്ട് പഠിക്കുന്നത്. ഓക്കെ, എല്ലാവരും ആദ്യത്തെ ഹെഡിങ് ശ്രദ്ധിക്കുക, ജോർജ് സിമ്മൽ. അപ്പോൾ ജോർജ് സിമ്മൽ എന്ന് പറയുന്നത് പ്രസിദ്ധനായിട്ടുള്ള ഒരു ജർമ്മൻ സോഷ്യോളജിസ്റ്റാണ്. അദ്ദേഹം ഒരു ഫിലോസഫറാണ്. അതുപോലെ തന്നെ സോഷ്യോളജി എന്ന് പറയുന്ന വിഷയത്തിൻ്റെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ച ഒരു പ്രധാനപ്പെട്ട സോഷ്യോളജിസ്റ്റ് കൂടിയാണ് ജോർജ് സിമ്മൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സോഷ്യോളജിയിൽ ഒരു പുതിയ അനലിറ്റിക്കൽ അപ്രോച്ച് കൊണ്ടുവന്ന ഒരു സോഷ്യോളജിസ്റ്റും കൂടിയാണ് ജോർജ് സിമ്മൽ എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അദ്ദേഹം ഫോർമൽ സോഷ്യോളജിയുടെ സ്ഥാപക പിതാവായിട്ട് അറിയപ്പെടുന്നുണ്ട്. ഫോർമൽ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു പ്രത്യേക പഠന വിഭാഗം, അല്ലെങ്കിൽ ഫോർമൽ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു പുതിയ മെത്തേഡ് സോഷ്യോളജിയിൽ കൊണ്ടുവന്ന ആളാണ് ജോർജ് സിമ്മൽ എന്നെന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ജോർജ് സിമ്മലിൻ്റെ പഠനങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് ഒന്ന് സോഷ്യൽ ഇൻ്ററാക്ഷനെ കുറിച്ചുള്ള പഠനം, സാമൂഹ്യ ഇടപെടലുകളെ കുറിച്ചുള്ള പഠനത്തിൽ അദ്ദേഹം ശ്രദ്ധ കൊടുത്തു. അതുപോലെ തന്നെ ആധുനിക സമൂഹത്തെക്കുറിച്ച് അദ്ദേഹം കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആധുനിക സമൂഹത്തിൻ്റെ ഘടന പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ സമൂഹത്തിലെ തടസ്സങ്ങൾ, നിയന്ത്രണങ്ങളൊക്കെ തമ്മിലുള്ള പരസ്പര ബന്ധം, അത് എങ്ങനെയാണ് പരസ്പരം ഇത് രണ്ടും തമ്മിലുള്ള ഇടപെടൽ നടക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് പുറമെ മറ്റു അനേകം അർബൻ ലൈഫിനെ പറ്റി അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പണത്തിൻ്റെ സ്വാധീനത്തെ, സമൂഹത്തിൽ പണത്തിൻ്റെ സ്വാധീനത്തെ പറ്റി ഒക്കെ പഠനം നടത്തിയ ഒരു പ്രധാനപ്പെട്ട ചിന്തകനാണ് ജോർജ് സിമ്മൽ എന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ സിമ്മൽ സോഷ്യോളജിയിൽ സ്മാൾ ഗ്രൂപ്പ് റിസർച്ചുകൾ, ചെറിയ ഗ്രൂപ്പുകളെ കുറിച്ചുള്ള ഗവേഷണങ്ങൾ നടത്തിയ ഒരു പ്രധാനപ്പെട്ട ചിന്തകൻ കൂടിയാണ് ജോർജ് സിമ്മൽ എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ സോഷ്യോളജിയിൽ സ്മാൾ ഗ്രൂപ്പ്, ചെറിയ ഗ്രൂപ്പുകളെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ വികസിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ആൾ കൂടിയാണ് ജോർജ് സിമ്മൽ. മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ജോർജ് സിമ്മലിൻ്റെ ഏറ്റവും പ്രസിദ്ധ ഗ്രന്ഥമാണ് സോഷ്യോളജി ഇൻവെസ്റ്റിഗേഷൻസ് ഓൺ ദി ഫോംസ് ഓഫ് സോഷ്യേഷൻ എന്ന് പറയുന്ന ബുക്ക്. 1908 അദ്ദേഹം ഇത് പുറത്തിറക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇതിലാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യോളജിയെക്കുറിച്ചുള്ള സമീപനം കൃത്യമായിട്ട് അദ്ദേഹം തുറന്നു കാണിക്കുന്നത്. അപ്പോൾ ജോർജ് സിമ്മലിൻ്റെ സോഷ്യോളജിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ അപ്രോച്ച്, അദ്ദേഹത്തിൻ്റെ സമീപനം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, അദ്ദേഹം പീപ്പിൾ ആൻഡ് ഇൻ്ററാക്ഷൻ, അല്ലേ, അതായത് ജനങ്ങളെക്കുറിച്ചും അവരുടെ സാമൂഹ്യ ഇടപെടലിനെക്കുറിച്ചും പഠിക്കാൻ ശ്രമിച്ച ഒരു സോഷ്യോളജിസ്റ്റാണ്. അപ്പോൾ സിമ്മലിനെ സാധാരണ പറയാറുള്ളത് ഫോർമൽ സോഷ്യോളജിയുടെ പിതാവ്, ഫോർമൽ സോഷ്യോളജിയുടെ തുടക്കക്കാരനായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ ഫോർമൽ സോഷ്യോളജി എന്ന് പറയുന്നത് എന്താണ്? ഫോർമൽ സോഷ്യോളജി എന്ന് പറയുന്നത് സാമൂഹ്യ ഇടപെടലുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പഠന രീതിയാണ്. മനുഷ്യൻ്റെ സാമൂഹ്യ ഇടപെടലിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സോഷ്യോളജിയിലെ പഠന രീതിയാണ് ഫോർമൽ സോഷ്യോളജി ശ്രദ്ധ കൊടുക്കുന്നത്. മനുഷ്യന്മാരെങ്ങനെയാണ് സമൂഹത്തിൽ ഇടപെടുന്നത് എന്നുള്ളതിനാണ് അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, ഫോർമൽ സോഷ്യോളജിൻ്റെ ആളുകൾ. അപ്പോൾ സോഷ്യൽ ഇൻ്ററാക്ഷനെ കുറിച്ചുള്ള പഠനം, അതുപോലെ തന്നെ സമൂഹത്തിൽ വ്യക്തികളുടെ ബന്ധങ്ങളെക്കുറിച്ച്, അല്ലേ, അവരെങ്ങനെയാണ് നിരന്തരം പരസ്പരം ബന്ധപ്പെടുന്നത്, ഇതിനെപ്പറ്റിയൊക്കെയാണ് എപ്പോഴും ഫോർമൽ സോഷ്യോളജി എന്ന് പറയുന്ന വിഷയം ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ സോഷ്യൽ ഇൻ്ററാക്ഷന് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് സാമൂഹ്യ ഇടപെടലുകൾക്ക്, അല്ലേ, സാമൂഹ്യ ഇടപെടൽ എന്ന് പറയുമ്പോൾ മത്സരം, അല്ലേ, സംഘർഷം, അതുപോലെ തന്നെ സഹകരണം, ഇങ്ങനെയുള്ള ധാരാളം സോഷ്യൽ പ്രോസസ്സുകൾ, സാമൂഹ്യ പ്രക്രിയകൾ, സോഷ്യൽ ഇൻ്ററാക്ഷന് സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വ്യക്തികൾ തമ്മിലും സമൂഹത്തിലെ ഗ്രൂപ്പുകൾ തമ്മിലൊക്കെ നടക്കുന്ന സോഷ്യൽ ഇൻ്ററാക്ഷനെക്കുറിച്ച് പഠിക്കുന്നതാണ് സോഷ്യോളജിയുടെ പ്രധാന പഠന വിഷയം എന്നാണ് ജോർജ് സിമ്മൽ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ജോർജ് സിമ്മലിനെ പറ്റി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ജോർജ് സിമ്മലിൻ്റെ സോഷ്യോളജിയിലെ പ്രധാനപ്പെട്ട അപ്രോച്ച് എന്ന് പറയുന്നത് സോഷ്യൽ ഇൻ്ററാക്ഷനെ കുറിച്ചുള്ള പഠനമാണ്. ഫോർമൽ സോഷ്യോളജി എന്ന് നമ്മൾ അതിനെ വിളിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ അദ്ദേഹം മുന്നോട്ട് വെച്ച രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് മൈക്രോ സോഷ്യോളജിയാണ്. സമൂഹത്തിലെ വ്യക്തിഗത അനുഭവങ്ങളും ചെറിയ തോതിലുള്ള ഇടപെടലുകൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് അദ്ദേഹം പഠനം നടത്തുകയാണ് ചെയ്തത്. അപ്പോൾ മൈക്രോ സോഷ്യോളജി സമൂഹത്തിലെ വ്യക്തികളുടെ അനുഭവങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും സമൂഹത്തിലെ വ്യക്തികൾ തമ്മിൽ ഇടപെടുന്ന രീതിക്ക് പ്രാധാന്യം കൊടുക്കുകയൊക്കെ ചെയ്ത ഒരു സോഷ്യോളജിസ്റ്റാണ്. അത്തരത്തിലുള്ള പഠനങ്ങൾക്ക് ഊന്നൽ കൊടുക്കുകയും ചെറിയ ഗ്രൂപ്പുകളെക്കുറിച്ചുള്ള റിസർച്ചുകൾ, അല്ലേ, സ്മാൾ ഗ്രൂപ്പ് റിസർച്ചുകൾക്ക് ഊന്നൽ കൊടുത്ത ഒരു സോഷ്യോളജിസ്റ്റ് ആയതുകൊണ്ട് അദ്ദേഹത്തെ മൈക്രോ സോഷ്യോളജിസ്റ്റ് എന്നും നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ
ഫോർമൽ സോഷ്യോളജി അല്ലെങ്കിൽ സോഷ്യൽ ഇൻ്ററാക്ഷനെ കുറിച്ചുള്ള പഠനത്തിൽ അദ്ദേഹം ശ്രദ്ധ കൊടുത്തു. രണ്ടാമത്തത് സ്മാൾ ഗ്രൂപ്പ് റിസർച്ചുകൾ, ചെറിയ ഗ്രൂപ്പുകളെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ സോഷ്യോളജിയിൽ വികസിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ചിന്തകനാണ് ജോർജ് സിമ്മൽ എന്ന് മനസ്സിലാക്കുക. അദ്ദേഹം ഒരു മൈക്രോ സോഷ്യോളജിസ്റ്റ് ആണെന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിളിക്കാം. അതുപോലെ തന്നെ ഫോർമൽ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ തുടക്കക്കാരന് കൂടിയാണ് ആര്, ജോർജ് സിമ്മൽ. ഇത് ജോർജ് സിമ്മലിൻ്റെ ഏറ്റവും സോഷ്യോളജിക്ക് നൽകിയ, പ്രത്യേകിച്ച് സോഷ്യോളജിയിൽ പുതിയ മെത്തഡോളജി, പുതിയ അപ്രോച്ച് ഒക്കെ കൊണ്ടുവരുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ജോർജ് സിമ്മലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം സോഷ്യോളജിയിൽ പുതിയ അപ്രോച്ച്, പുതിയ രീതികൾ കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, അതിന് പുറമെ അദ്ദേഹം വ്യത്യസ്ത മേഖലകൾ സോഷ്യോളജിയിൽ പഠനത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ പോലെ സോഷ്യൽ ഇൻ്ററാക്ഷനെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുന്നുണ്ട്. ആധുനിക സമൂഹത്തിൻ്റെ ഘടനയെക്കുറിച്ച് അദ്ദേഹം പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അർബൻ ലൈഫിനെ പറ്റി, നഗരജീവിതത്തെക്കുറിച്ചും നഗരജീവിതത്തിൻ്റെ പ്രത്യേകതകൾ ഒക്കെ കൃത്യമായിട്ട് അദ്ദേഹം മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സമൂഹത്തിൽ പണത്തിൻ്റെ സ്വാധീനത്തെ പറ്റി ഫിലോസഫി ഓഫ് മണി എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ ധാരാളം പഠനങ്ങൾ, ധാരാളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ദി പ്രോബ്ലം ഓഫ് സോഷ്യോളജി 1895 അദ്ദേഹം പുറത്തിറക്കി. അതുപോലെ തന്നെ ദി മെട്രോപോളിസ് ആൻഡ് ദി മെൻ്റൽ ലൈഫ് എന്ന് പറയുന്നത് 1903 പ്രസിദ്ധീകരിച്ചു. 1900 ദി ഫിലോസഫി ഓഫ് മണി എന്ന് പറയുന്ന ഗ്രന്ഥം പുറത്തിറക്കി. 1908 സോഷ്യോളജി ഇൻവെസ്റ്റിഗേഷൻസ് ഓൺ ദി ഫോംസ് ഓഫ് സോഷ്യേഷൻ എന്ന് പറയുന്ന ഗ്രന്ഥം പുറത്തിറക്കി. 1908 തന്നെ ദി സ്ട്രേഞ്ചർ എന്ന് പറയുന്ന ഗ്രന്ഥം പുറത്തിറക്കി. ഇതിന് പുറമെ വേറെയും വർക്കുകളുണ്ട്. പക്ഷേ ഈ 5 ഗ്രന്ഥങ്ങളുടെ പേരെങ്കിലും നമ്മൾ മിനിമം ജോർജ് സിമ്മലിനെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കി വെക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു സോഷ്യോളജിസ്റ്റാണ്. സോഷ്യോളജിക്ക് വലിയ സംഭാവനകൾ നൽകിയ, സോഷ്യോളജിയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച ഒരു സോഷ്യോളജിസ്റ്റ് തന്നെയാണ് ആര്, ജോർജ് സിമ്മൽ. കാൾ മാർക്സിനെ പോലെ, മാക്സ് വെബറെ പോലെ, എമിലി ദുർക്കീമിനെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തകനാണ് ജോർജ് സിമ്മൽ എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ഭാഗവുമായിട്ട് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.